ശിവനയുടെ ഒരു ടേസ്റ്റ് എങ്ങനെയാണ്? ഭയങ്കര ഹെവി ആയിട്ടാണ്. ഐ നെവർ സീൻ യു വെയറിംഗ് ഓൾ ദോസ് ഹ്യൂജ് ഹെവി ഓർണമെന്റ്സ്. എങ്ങനെയാണ് യുവർ പേഴ്സണൽ ടേസ്റ്റ് എങ്ങനെയാണ്? കല്യാണത്തിന്റെ സമയത്തിലൊഴികെ ബാക്കി ആഭരണങ്ങൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇടാം. കാരണം ഇപ്പൊ അന്ന് കൂടി നിൽക്കാണല്ലോ. ഒരു പൊട്ട് പോയാൽ പോലും നമ്മളത് തപ്പെടുക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അത്രയും വിലയിൽ നിൽക്കുകയാണ്. ആ അന്ന് ഇട്ടതാണ് അതൊക്കെ അങ്ങനെ ലോക്കറിൽ കൊണ്ട് ഒന്നും ചെയ്യാണ്ട് ഇപ്പൊ ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് മാറി മാറി ഇടുക. ഹെവി ആയിട്ടെന്ന് വെച്ചാൽ ഒരുങ്ങാൻ ഇഷ്ടമാണ്. സാരി എടുക്കുമ്പോൾ ആഭരണങ്ങൾ ഇടാൻ ഇഷ്ടമാണ്. പക്ഷെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഇവന്റ് ഒക്കെ വരുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്യാണ്. അതല്ലെങ്കിൽ ഒരു ചെറിയൊരു കമ്മലും നോർമലായിട്ട് എല്ലാവരും എടുക്കുന്ന ഒരു ചെറിയൊരു മാല അത്ര എടുക്കും. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നടക്കാനാണ് ഇഷ്ടം. അപ്പൊ ഈ ലോക്കറിൽ ഇരിക്കുന്ന സ്വർണ്ണമൊക്കെ എന്ത് ചെയ്യും? അവിടെ തന്നെ വെക്കുമോ അതോ വേറെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എന്തെങ്കിലും പ്ലാൻ? ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ അല്ലേ? അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കൂട്ടാനുള്ള ഒരു ആവേശം നമ്മൾ കാണുന്നു. ഇല്ല, സ്വതവേ പണ്ട് മുതലേ സ്വർണത്തിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായില്ല. പക്ഷെ കല്യാണത്തിന്റെ സമയത്ത് വരെ നമുക്കത് ഒഴിച്ചുകൂടാനാവുന്ന സംഭവമാണല്ലോ. അപ്പൊ ആദ്യം അത് വേണ്ടത് പറഞ്ഞു. പക്ഷെ വീട്ടുകാരുടെ നിർബന്ധം പിന്നെ അതിപ്പോ നമ്മള് അതൊഴിക്കുന്നു. പക്ഷെ ഞാൻ ഓൺ ബിഹാഫ് ഓഫ് നമ്മുടെ ഓൾ കേരള നമ്മുടെ ജ്വല്ലേഴ്സ് അസോസിയേഷൻ അവരോട് സംസാരിക്കുമ്പോൾ ഐ ഷുഡ് സേ ദാറ്റ് ബൈ ഗോൾഡ്, സ്വർണ്ണം വാങ്ങിക്കൂ. അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ അല്ലെ? സത്യമാണ്, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. അന്ന് അച്ഛനോട് അമ്മയോട് എന്തിനാണ് മേടിച്ചതെന്ന് ചോദിച്ചു ഞാൻ ഇന്ന് അവരോട് താങ്ക് ചെയ്യാണ്. കാരണം അത്രയും സാധനങ്ങൾ അന്ന് മേടിച്ചുകൊണ്ടായി. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇനി എന്റെ മോളുടെ കല്യാണം വരുമ്പോൾ ഇതിനടുത്ത് കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം അത്ര അധികമാണ് വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് I believe so as well. So upcoming projectകളെ പറ്റി കൂടെ you may use this platform to speak about. വരാനിരിക്കുന്ന പ്രോജക്റ്റ് തമിഴാണ്. തമിഴൊരു വെബ് സീരീസ് ചെയ്തു. അത് വലിയൊരു സ്റ്റാർ കാസ്റ്റ് ചെയ്തത് ഇനി നെക്സ്റ്റ് ഇയർ റിലീസ് ഉള്ളൂ. അത് ഞാനിപ്പോൾ പറയുന്നത് ശരിയില്ലെന്ന് തോന്നുന്നു. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന തമിഴ് മൂവിയാണ്. സൂര്യ സാറിന്റെ കൂടെ കറുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി തുടങ്ങാനിരിക്കുന്നതും 2 തമിഴ് ചിത്രങ്ങൾ തന്നെയാണ്. മലയാളത്തിൽ തൽക്കാലത്തേക്ക് ഒന്നുമില്ല.